ഗണിതശാസ്ത്രം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്? സർഫസ് ടെൻഷനും സർഫസ് എനർജിയായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ മക്കളെ, സോ നമ്മൾ ഇന്ന് മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിനർത്ഥം കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇനി പഠിക്കാൻ പോകുന്ന സംഭവങ്ങൾ സ്ഥിരമായിട്ട് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയും. ഓക്കെ മക്കളെ, സോ ആ ബെർണോളിസ് പ്രിൻസിപ്പിളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടി പറഞ്ഞാൽ മാത്രമേ നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിൾ കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് പൂർണ്ണമായിട്ടും മനസ്സിലാകത്തുള്ളൂ. ഓക്കെ മക്കളെ, അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അന്ന് തന്നെ പഠിച്ചു പോവുക. നിങ്ങൾ അന്ന് തന്നെ പഠിക്കുന്നുണ്ട് എനിക്കറിയാം, എങ്കിലും അന്ന് തന്നെ പഠിച്ചു പോവുക, സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോവുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ മക്കളെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ടൈപ്പ് ലിക്വിഡ് ഫ്ലോസിനെ കുറിച്ചാണ് അല്ലേ. നമ്മളിവിടെ ഫ്ലൂയിഡ് ഫ്ലോസിനെ കുറിച്ചല്ലേ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആയിരുന്നു നമ്മൾ കുറച്ച് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ മക്കളെ. അപ്പോൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായിരുന്നു, ലിക്വിഡ് ഫ്ലോസിനെ കുറിച്ചായിരുന്നു നമ്മൾ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോയെ കുറിച്ചായിരുന്നു നമ്മൾ ആ ഒരു ബ്രാഞ്ചിൽ ആ ഒരു ഭാഗത്ത് പഠിക്കുന്നത് അല്ലേ മക്കളെ. അപ്പോൾ നമ്മൾ ലിക്വിഡ് ഫ്ലോ എടുക്കുകയാണെങ്കിൽ, ലിക്വിഡ് ഫ്ലോ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ലിക്വിഡ് ഫ്ലോ, ഈ ലിക്വിഡ് ഫ്ലോയെ എനിക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ മക്കളെ, അതിൽ ഒന്നാമത്തെ ഒരു ടൈപ്പ് ലിക്വിഡ് ഫ്ലോ ആണ് സ്റ്റഡി ഫ്ലോ ഓർ സ്ട്രീം ലൈൻ ഫ്ലോ. ഓക്കെ മക്കളെ, രണ്ടാമത്തെ ടൈപ്പ് ലിക്വിഡ് ഫ്ലോ ആണ് ടർബുലന്റ് ഫ്ലോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ലിക്വിഡ് ഫ്ലോയെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെ? സ്ട്രീം ലൈൻഡ് ഫ്ലോ, അതേപോലെ തന്നെ എന്ത്, ടർബുലന്റ് ഫ്ലോ. അപ്പൊ 2 ടൈപ്പ് ലിക്വിഡ് ഫ്ലോ ആണുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ എപ്പോഴാണ് ഒരു ലിക്വിഡ് ഫ്ലോ സ്ട്രീം ലൈൻഡ് ആകുന്നത്, എപ്പോഴാണ് ഒരു ലിക്വിഡ് ഫ്ലോ ടർബുലന്റ് ആകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ ലിക്വിഡ് ഫ്ലോയെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, സ്ട്രീം ലൈൻ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ, ടർബുലന്റ് ഫ്ലോ. ഇനി എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത്, എന്താണ് ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ മക്കളെ, സോ നമുക്ക് ആദ്യമേ സ്ട്രീം ലൈൻ ഫ്ലോ ഡിസ്കസ് ചെയ്യാം. ഓക്കെ മക്കളെ, സോ സ്ട്രീം ലൈൻ ഫ്ലോ ഒരു ലിക്വിഡ് ഫ്ലോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ആ ലിക്വിഡ് ഫ്ലോ എപ്പോഴാണ് സ്ട്രീം ലൈൻ ആവുന്നത് നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ, സോ അതിനുവേണ്ടി ഞാനൊരു ലിക്വിഡ് ഫ്ലോ കൺസിഡർ ചെയ്യാണ്. കണ്ടോ, ഏതെങ്കിലും ഒരു ലിക്വിഡ് ആയിക്കോട്ടെ, ഇങ്ങനെ താഴേക്ക് ഒഴുകുകയാണ്. ഓക്കെ, ഇപ്പൊ കുറച്ച് വെള്ളം നമ്മൾ താഴേക്ക് ഇങ്ങനെ ഒഴുക്കി വിടുകയാണ്. വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകി വരിക, കണ്ടോ, ഒരു ലിക്വിഡ് ഇങ്ങനെ താഴേക്ക് ഫ്ലോ ചെയ്യുകയാണ്. ഈ ലിക്വിഡ് ഫ്ലോ സ്ട്രീം ലൈൻ ആണോ ടർബുലന്റ് ആണോ അതെങ്ങനെ പറയാമെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ മക്കളെ, സോ അതിനു വേണ്ടി ഇതാ നോക്കിയാൽ മക്കളെ, ഞാനിവിടെ ഈ ലിക്വിഡ് ഫ്ലോയിൽ നമ്മുടെ ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്. എല്ലാവരും കാണുന്നുണ്ടല്ലോ, ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഓക്കെ മക്കളെ, സോ ഈ ഒരു പോയിന്റിൽ നമ്മളുടെ ലിക്വിഡ് മോളിക്യൂൾ എത്തുന്ന സമയത്ത് ആ ലിക്വിഡ് മോളിക്യൂളിന് ഇത് ലിക്വിഡ്സ് ഇങ്ങനെ താഴേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ എന്താ, ഞാൻ ഇവിടെ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. ആ എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളുടെ ലിക്വിഡ് മോളിക്യൂൾ എത്തുമ്പോൾ അതിനൊരു വെലോസിറ്റി കാണില്ലേ അല്ലെ. അപ്പൊ ഞാൻ പറയാണ്, ആ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ലിക്വിഡ് മോളിക്യൂൾ ഇവിടെ എത്തി, ഇങ്ങനെ മൂവ് ചെയ്ത് എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തി. ആ എ എന്ന് പറയുന്ന പോയിന്റിലെ നമ്മുടെ ലിക്വിഡ് മോളിക്യൂളിന്റെ വെലോസിറ്റി എന്താണെന്നിരിക്കട്ടെ, v1 ആണെന്നിരിക്കട്ടെ. ഓക്കെ മക്കളെ, ആ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്താണെന്നിരിക്കട്ടെ. നമുക്കറിയാം, ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി ഒരു കർവ്ഡ് പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ് അയാളുടെ ഡയറക്ഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ആ പോയിന്റിൽ നിങ്ങൾ ടാൻജന്റ് വരച്ചാൽ മതിയാകും. ഇപ്പൊ ഒരാൾ ഇങ്ങനെ ഈ ഒരു കർവ്ഡ് പാത്തിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ അയാളുടെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാം, ആ പോയിന്റിൽ നിന്ന് നിങ്ങൾ ടാൻജന്റ് വരയ്ക്കുക. ഈ ഒരു പോയിന്റിൽ അയാളുടെ ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക, ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ടാൻജന്റ് വരയ്ക്കുക. അപ്പൊ ഒരു കർവ്ഡ് പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ കേസിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അയാളുടെ ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ആ പോയിന്റിൽ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ആ ടാൻജന്റിന്റെ ഡയറക്ഷൻ ആയിരിക്കും അയാളുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളുടെ ലിക്വിഡ് മോളിക്യൂൾ എത്തി. ആ പോയിന്റിൽ നമ്മളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് v1 ആണ്. ആ പോയിന്റിൽ വെലോസിറ്റി ഡയറക്ഷൻ എന്തായിരിക്കും നിങ്ങൾ പറയും? ആ പോയിന്റിൽ നമ്മളുടെ വെലോസിറ്റി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് കർവ്ഡ് പാത്ത് അല്ലേ. അപ്പൊ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അവിടുന്ന് ഞാൻ ടാൻജന്റ് വരച്ചു. കണ്ടോ, എ എന്ന് പറയുന്ന പോയിന്റിൽ വെലോസിറ്റി v1 ആണ്. അവിടെ ആ എ എന്ന് പറയുന്ന പോയിന്റിൽ വെലോസിറ്റി ഡയറക്ഷൻ ഞാൻ ടാൻജന്റ് ആയിട്ട് വരച്ചു. ഓക്കെ മക്കളെ, ഇനി ഞാൻ വീണ്ടും ഇവിടെ നമ്മുടെ ലിക്വിഡ് ഫ്ലോ ഇങ്ങനെ താഴേക്ക് ലിക്വിഡ് പൊക്കോണ്ടിരിക്കുകയല്ലേ. ഞാൻ മറ്റൊരു പോയിന്റ് എടുത്തു.
ഓക്കെ മക്കളെ, ബി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. വെള്ളം താഴേക്കല്ലേ ഒഴുകുന്നത്, താഴേക്ക് വരുന്നതനുസരിച്ച് വെള്ളത്തിന്റെ വേഗത കൂടുമല്ലോ. അപ്പൊ ഈ എ എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റി ആയിരിക്കോ ബി എന്ന് പറയുന്ന പോയിന്റിൽ? അല്ല. അപ്പൊ ബി എന്ന് പറയുന്ന പോയിന്റിൽ അയാളുടെ വെലോസിറ്റി എന്താണെന്നിരിക്കട്ടെ? v2 ആണെന്നിരിക്കട്ടെ. ആ ബി എന്ന് പറയുന്ന പോയിന്റിൽ ആ വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും മക്കളെ? പറഞ്ഞേ. ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് വരയ്ക്കുന്നു? ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. ആണോ മക്കളെ? ആണല്ലോ. അപ്പൊ ഞാനിവിടെ 2 പോയിന്റ് എടുത്തു. ഇനി വീണ്ടും നമുക്ക് വേണം ഒരു പോയിന്റ് ഇവിടെ എടുക്കാം. വീണ്ടും നമ്മുടെ ലിക്വിഡ് താഴേക്ക് പോയി ഈ എ കഴിഞ്ഞ് ബി കഴിഞ്ഞിട്ട് ഇവിടെ ഈ സി എന്ന് പറയുന്ന ഒരു പോയിന്റിലെത്തി. സി എന്ന് പറയുന്ന പോയിന്റ് തീർച്ചയായും നമുക്കറിയാവുന്ന കാര്യമാണ്. വെള്ളം താഴേക്ക് വെള്ളമെന്നല്ല, ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും താഴേക്ക് വരുന്നതനുസരിച്ച് അയാളുടെ വേഗത കൂടും. അപ്പൊ സി എന്ന് പറയുന്ന പോയിന്റിൽ എന്തായാലും വെലോസിറ്റി കൂടുതലായിരിക്കും. സോ സി എന്ന് പറയുന്ന പോയിന്റിൽ വെലോസിറ്റി എന്താണെന്നിരിക്കട്ടെ? v2 ആണെന്നിരിക്കട്ടെ. ആ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ഇവിടുന്ന് നമ്മൾ എന്ത് പറയുന്നു? ഇവിടുന്ന് നമ്മൾ ഒരു ടാൻജന്റ് വരയ്ക്കുന്നു താഴേക്ക്. ഓക്കെ മക്കളെ? ഓക്കെ. അപ്പൊ ഞാനിവിടെ 3 പോയിന്റുകൾ കൺസിഡർ ചെയ്തു. ആ 3 പോയിന്റിലെയും വെലോസിറ്റിയുടെ ഡയറക്ഷനും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾക്ക് മനസ്സിലായി. ഓക്കെ മക്കളെ? ഇനി എപ്പോഴാണ് ഇത് സ്ട്രീം ലൈൻ ആവുന്നല്ലേ നമ്മുടെ ചോദ്യം. ഓക്കെ മക്കളെ? അപ്പോ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് സ്ട്രീം ലൈൻ ആവുന്നത് എപ്പോഴാണ് നമുക്ക് നോക്കാം. സോ മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് മനസ്സിലായി നമ്മളിവിടെ 3 പോയിന്റ് എടുത്തു. ആ 3 പോയിന്റിലും ലിക്വിഡ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ഡിഫറെന്റ് ആണ്, ഡയറക്ഷൻ ഡിഫറെന്റ് ആണ്. ഓക്കെ മക്കളെ? ഇനി ഇത് സ്ട്രീം ലൈൻ ആവുന്നത് എപ്പോഴാണ് നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ? ഞാൻ പറയാണ്, ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ലിക്വിഡ് മോളിക്യൂൾ എത്തി. ആ മോളിക്യൂളിന്റെ വെലോസിറ്റി അല്ലേ v1 എന്ന് പറയുന്നത്? അല്ലെ? അയാളുടെ ഡയറക്ഷൻ അല്ലേ ഇതെന്ന് പറയുന്നത്? ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു മോളിക്യൂൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ മോളിക്യൂൾ ആ എ എന്ന് പറയുന്ന പോയിന്റ് തന്നെ ഇരിക്കുവോ? ഇത് താഴേക്ക് മൂവ് ചെയ്യല്ലേ. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു മോളിക്യൂൾ എത്തി. ആ മോളിക്യൂൾ എന്ത് ചെയ്യണം? ആ എ എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞ് വീണ്ടും താഴേക്ക് പോകണ്ടേ? ആണല്ലോ മക്കളെ? അപ്പൊ ആ എ എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞ് അത് താഴേക്ക് മൂവ് ചെയ്യും. ആ എ എന്ന് പറയുന്ന പോയിന്റിൽ ആ മോളിക്യൂൾ എത്തിയപ്പോൾ അയാളുടെ വേഗത എന്തായിരുന്നു? v1 ഉം അയാളുടെ ഡയറക്ഷൻ എന്തായിരുന്നു? ഈ ടാൻജന്റും ആയിരുന്നു. ആണോ മക്കളെ? അപ്പൊ നോക്കിയേ, ഇവിടെ 2 മോളിക്യൂൾസ് ഞാൻ വരയ്ക്കുകയാണ്. ഒരു മോളിക്യൂൾ, 2 മോളിക്യൂൾ. ഈ ഒരു മോളിക്യൂൾ എ എന്ന് പറയുന്ന പോയിന്റിലെത്തി. അയാളുടെ വേഗത എന്താണെന്നിരിക്കട്ടെ? v1, അല്ലെങ്കിൽ വെലോസിറ്റി എന്താണെന്നിരിക്കട്ടെ? v1. അയാളുടെ ഡയറക്ഷൻ എന്താണ്? ഇവിടുന്ന് നമ്മൾ ടാൻജന്റ് ആയിട്ട് വരച്ചു. ഇനി ഈ മോളിക്യൂൾ എന്താ ചെയ്യാ? ഈ പോയിന്റ് കഴിഞ്ഞാൽ അത് താഴേക്ക് മൂവ് ചെയ്യും. വീണ്ടും അതിന് പുറകിൽ അടുത്തൊരു മോളിക്യൂൾ അല്ലേ? ആ മോളിക്യൂൾ എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തൂലേ? ആ എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തൂലേ മക്കളെ? അങ്ങനെ ഈ 2ാമത്തെ മോളിക്യൂൾ എ എന്ന് പറയുന്ന പോയിന്റിൽ 1ാമത്തെ മോളിക്യൂൾ ഇവിടെ വന്നു, അത് പാസ് ചെയ്ത് താഴേക്ക് പോയി. ഈ 2ാമത്തെ മോളിക്യൂൾ എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തില്ലേ? ആ 2ാമത്തെ മോളിക്യൂൾ എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ അയാളുടെ വെലോസിറ്റി എന്താണെന്നിരിക്കട്ടെ? v1 ആണെന്നിരിക്കട്ടെ. അയാളുടെ ഡയറക്ഷനും എന്താണെന്നിരിക്കട്ടെ? ആ 1ാമത്തെ മോളിക്യൂൾ പോയ അതേ ഡയറക്ഷൻ ആണ് നമ്മുടെ 2ാമത്തെ മോളിക്യൂൾ പോകുന്നതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് സ്ട്രീം ലൈൻ ആണ് എന്ന് പറയാം. കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എ എന്ന് പറയുന്ന പോയിന്റിലൂടെ എത്ര മോളിക്യൂൾസ് പാസ് ചെയ്താലും ആ എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ ആ മോളിക്യൂളിന്റെ വെലോസിറ്റി എന്തായിരിക്കും? v1 ആയിരിക്കും. എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ ആ മോളിക്യൂളിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ആ പോയിന്റിന് വരച്ച ടാൻജന്റ് ഡയറക്ഷൻ ആയിരിക്കും അയാളുടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ആണ് മക്കളെ? വീണ്ടും താഴേക്ക് വന്ന് ബി എന്ന് പറയുന്ന പോയിന്റ് എത്തി. ആ ബി എന്ന് പറയുന്ന പോയിന്റിന് എത്ര മോളിക്യൂൾസ് ബി എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്ത് പോയാലും ആ ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ അയാളുടെ വെലോസിറ്റി എന്തായിരിക്കണം? v2 ആയിരിക്കണം. ഡയറക്ഷൻ എന്തായിരിക്കും? ഈ ബി എന്ന് പറയുന്ന പോയിന്റ് ടാൻജന്റ് ആയിരിക്കും. വീണ്ടും നമ്മൾ താഴേക്ക് വന്ന ഈ സി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. ആ ഒരു പോയിന്റിലൂടെ എത്ര മോളിക്യൂൾസ് പാസ് ചെയ്ത് കഴിഞ്ഞാലും ആ പോയിന്റിൽ അയാളുടെ വെലോസിറ്റി എന്തായിരിക്കണം? ഇവിടെ നമ്മൾ v2 എന്നാണ് കൊടുത്തിരിക്കുന്നത്, v3 ആയിരിക്കണം. ഡയറക്ഷൻ എന്തായിരിക്കും? ആ പോയിന്റിൽ ടാൻജന്റ് ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ മക്കളെ? അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ലിക്വിഡ് ഫ്ലോ സ്ട്രീം ലൈൻ ആണ് എന്ന് പറയാം. ഓക്കെ മക്കളെ? അപ്പൊ എപ്പോഴാണ് ഒരു ലിക്വിഡ് ഫ്ലോ സ്ട്രീം ലൈൻ ആവുന്നത്? പറഞ്ഞേ. നമ്മളൊരു ലിക്വിഡ് ഫ്ലോ കൺസിഡർ ചെയ്യുന്നു. ആ ലിക്വിഡ് ഫ്ലോയിൽ നമ്മളൊരു പോയിന്റ് എടുക്കുന്നു. ആ ഒരു പോയിന്റിലൂടെ ഇനി എത്ര മോളിക്യൂൾസ് പാസ് ചെയ്താലും ആ ഒരു പോയിന്റിൽ അയാളുടെ വെലോസിറ്റി ഏതൊക്കെ മോളിക്യൂൾസ് പാസ് ചെയ്താലും അവരുടെ എല്ലാം വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിരിക്കും. അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു മോളിക്യൂൾ പാസ് ചെയ്തു, അയാളുടെ വെലോസിറ്റി 10 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ അടുത്ത മോളിക്യൂൾ ഈ പോയിന്റിൽ എത്തുമ്പോഴും അയാളുടെ വെലോസിറ്റി എന്ത് തന്നെയായിരിക്കും? 10 മീറ്റർ/സെക്കൻഡ് തന്നെ ആയിരിക്കും. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? സോ ദാറ്റ് ഈസ് സ്ട്രീം ലൈൻ ഫ്ലോ.
ക്ലിയർ മക്കളെ? അപ്പൊ എപ്പോഴാണ് ഒരു ലിക്വിഡ് ഫ്ലോ സ്ട്രീം ലൈൻ ആവുന്നത്? നമ്മളൊരു ലിക്വിഡ് ഫ്ലോ കൺസിഡർ ചെയ്യുന്നു, നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുന്നു, ആ ഒരു പോയിന്റിൽ എത്ര മോളിക്യൂൾസ് പാസ് ചെയ്താലും ആ ഒരു പോയിന്റിൽ അയാളുടെ വേഗത, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്തായിരിക്കും? സെയിം ആണെങ്കിൽ നമുക്ക് സ്ട്രീം ലൈൻ എന്ന് പറയാം. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാണ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഡയറക്ഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ മക്കളെ? അപ്പൊ സ്ട്രീം ലൈൻ ഫ്ലോ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ലിക്വിഡ് ഫ്ലോയുടെ കേസിൽ എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്നുള്ളത് മനസ്സിലായോ മക്കളെ? അപ്പൊ സ്ട്രീം ലൈൻ ഫ്ലോ എന്താണെന്നുള്ളത് ക്ലിയർ ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ടർബുലന്റ് ഫ്ലോ എന്ന് നോക്കാം. എന്താണ് ടർബുലന്റ് ഫ്ലോ? ആ പേരിനകത്ത് തന്നെ കേട്ടിട്ട് ഒരു വശപ്പശക തോന്നില്ലേ? സ്ട്രീം ലൈൻ, സ്റ്റഡി ഫ്ലോ, സ്റ്റഡി ആയിരുന്നു, നമുക്ക് അവിടെ ഒരു ഓർഡർ കാണാൻ കഴിഞ്ഞു. അപ്പൊ ടർബുലന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ നമുക്ക് ഇപ്പൊ പറഞ്ഞതുപോലത്തെ ഒരു ഓർഡർ, ഇവിടെ നമ്മൾ പറഞ്ഞ ഓർഡർ എന്താണ്? ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്താൽ ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ മോളിക്യൂൾസിന്റെയും വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിരിക്കും അല്ലേ? പക്ഷെ ടർബുലന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും മക്കളെ? ഇങ്ങനെ ഒരു ഓർഡർ നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. ഓക്കെ മക്കളെ? അങ്ങനെ ഒരു ഓർഡർ നമുക്ക് ഒരു ലിക്വിഡ് ഫ്ലോ എടുക്കുന്നു, ഇങ്ങനെ ഒരു ഓർഡർ നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ ആ ഒരു ലിക്വിഡ് ഫ്ലോ നമുക്ക് എന്തെന്ന് പറയാം? ടർബുലന്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറയാണ്, ഒരു ലിക്വിഡ് ഫ്ലോ ഞാൻ എടുക്കുകയാണ്. ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു മോളിക്യൂൾ എത്തി, അയാളുടെ വെലോസിറ്റി v1 ആണ്. ആ മോളിക്യൂൾ താഴേക്ക് പോയി, അടുത്ത മോളിക്യൂൾ എ എന്ന് പറയുന്ന പോയിന്റിലെത്തി, അവിടെ എത്തിയപ്പോൾ അയാളുടെ വെലോസിറ്റി v2 ആണ്. ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ ആദ്യം പോയ മോളിക്യൂളിന്റെ വെലോസിറ്റി എത്രയായിരുന്നു? v1. അടുത്ത മോളിക്യൂൾ അവിടെ എത്തിയപ്പോൾ അതിന്റെ വെലോസിറ്റി എന്താണ്? v2. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് സ്ട്രീം ലൈൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ നമുക്ക് എന്ത് പറയേണ്ടി വരും? അത് ടർബുലന്റ് ആണെന്ന് പറയേണ്ടി വരും. അതായത് ഒരു സ്ട്രീം ലൈൻ നേച്ചർ അവിടെ കാണൂല. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഓർഡർ ആയിട്ടുള്ള ഒരു നേച്ചർ നമുക്ക് അവിടെ കാണാൻ കഴിയൂല. ഓക്കെ മക്കളെ? എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഏതൊരു ലിക്വിഡ് ഫ്ലോ, ഏതൊരു സ്ട്രീം ലൈൻ, അതായത് ഇങ്ങനെ ഓർഡർ ആയിട്ടുള്ള ഒരു ഫ്ലോ നമ്മൾ കൺസിഡർ ചെയ്തല്ലോ, ഏതൊരു സ്ട്രീം ലൈൻ ഫ്ലോ ആണെങ്കിലും ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി വരെ അത് ആ സ്ട്രീം ലൈൻ നേച്ചർ കാണിക്കുകയുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? നോക്കിയേ, ഇവിടെ നമുക്കറിയാം, നമ്മൾ ഇവിടെ ഒരു സ്ട്രീം ലൈൻ ഫ്ലോ ആണ് കൺസിഡർ ചെയ്തത്. നമുക്കറിയാം താഴേക്ക് വരുന്ന അനുസരിച്ച് ഇയാളുടെ വേഗത കൂടുന്നുണ്ട്. ഓക്കെ മക്കളെ? ഇതൊരു സ്ട്രീം ലൈൻ ഫ്ലോ ആണല്ലോ നമ്മൾ ആദ്യം വരച്ചത്. ഓക്കെ മക്കളെ? ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? താഴേക്ക് വരുന്ന അനുസരിച്ച് ഇയാളുടെ വേഗത കൂടി വരികയല്ലേ? അങ്ങനെ വേഗത കൂടി ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡിന്റെ എന്ത് നഷ്ടപ്പെടും? സ്ട്രീം ലൈൻ നേച്ചർ നഷ്ടപ്പെടും. ഓക്കെ മക്കളെ? അപ്പൊ സ്ട്രീം ലൈൻ നേച്ചർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മളുടെ ലിക്വിഡിന്റെ ആ ലിക്വിഡ് ഫ്ലോയുടെ സ്ട്രീം ലൈൻ നേച്ചർ എന്ത് ചെയ്യും മക്കളെ? നഷ്ടപ്പെട്ടു പോകും. പറഞ്ഞത് മനസ്സിലായോ? സ്ട്രീം ലൈൻ ഒരു ഓർഡർ ആയിട്ടുള്ള ഫ്ലോ. ടർബുലന്റ് നമുക്ക് അങ്ങനെ ഒരു ഓർഡർ കാണാൻ കഴിയില്ല. സ്ട്രീം ലൈൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആ ലിക്വിഡിന്റെ വെലോസിറ്റിയെ. ലിക്വിഡ് വെലോസിറ്റി കൂടി ഒരു ലിമിറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ലിക്വിഡിന്റെ സ്ട്രീം ലൈൻ നേച്ചർ നഷ്ടപ്പെടും. സ്ട്രീം ലൈൻ നേച്ചർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതെന്തായി? ഡിസോർഡർ ആയി, ടർബുലന്റ് ആയി. ഓക്കെ മക്കളെ? അങ്ങനെ വെലോസിറ്റി കൂടി ആ ലിക്വിഡ് സ്ട്രീം ലൈൻ കാണിക്കുന്ന ഒരു മാക്സിമം വെലോസിറ്റി കാണിക്കുമല്ലോ അല്ലേ മക്കളെ? ഞാൻ പറഞ്ഞ എന്താ? വെലോസിറ്റി കൂടി ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ സ്ട്രീം ലൈൻ നേച്ചർ നഷ്ടപ്പെട്ടു. അങ്ങനെ വെലോസിറ്റി കൂടി ആ വെലോസിറ്റിയുടെ ഏത് വെലോസിറ്റി വരെയാണോ നമ്മുടെ ലിക്വിഡ് ഫ്ലോ സ്ട്രീം ലൈൻ ആയിട്ടിരിക്കുന്നത്, ആ മാക്സിമം വെലോസിറ്റിക്ക് നമ്മളൊരു പേര് പറയും, ക്രിട്ടിക്കൽ വെലോസിറ്റി. എന്താ നമ്മളെ? ക്രിട്ടിക്കൽ വെലോസിറ്റി. അപ്പൊ നമുക്ക് സ്ട്രീം ലൈൻ നേച്ചർ എന്താണെന്ന് മനസ്സിലായി. ആ സ്ട്രീം ലൈൻ നേച്ചർ അതേ രീതിയിൽ തുടരണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ലിമിറ്റ് വരെ എന്ത് ചെയ്യുള്ളൂ? ആ ഒരു വെലോസിറ്റി ഒരു ലിമിറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിന്റെ സ്ട്രീം ലൈൻ നേച്ചർ നഷ്ടപ്പെടും. അങ്ങനെ ഏത് വെലോസിറ്റി വരെ അത് സ്ട്രീം ലൈൻ നേച്ചർ കാണിക്കുന്നുണ്ടോ ആ മാക്സിമം വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്താ മക്കളെ? ക്രിട്ടിക്കൽ വെലോസിറ്റി. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാനാടാ. നോക്കിയേ, എ എന്ന് പറയുന്ന പോയിന്റ് അയാളുടെ വേഗത എന്താണെന്നിരിക്കട്ടെ? 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നിരിക്കട്ടെ. ബി എന്ന് പറയുന്ന പോയിന്റ് അയാളുടെ വേഗത എന്താണെന്നിരിക്കട്ടെ? 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നിരിക്കട്ടെ. സി എന്ന് പറയുന്ന പോയിന്റിൽ 30 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നിരിക്കട്ടെ. അപ്പൊ ഈ 3 വെലോസിറ്റിയിലും അയാൾ സ്ട്രീം ലൈൻ നേച്ചർ കാണിക്കുന്നില്ലേ? ഇനി കുറച്ചുകൂടെ മുമ്പോട്ടും താഴോട്ട് പോകുന്ന വേഗത കൂടി വരികയല്ലേ? ഞാൻ പറയുകയാണെന്ന് ഇവിടെ ഞാൻ അടുത്തൊരു പോയിന്റ് എടുത്തു, ഡി എന്ന് പറയുന്ന ഒരു പോയിന്റ്. അതിന് തൊട്ടടുത്തായിട്ട് ഒരു പോയിന്റ് എടുക്കുക. അവിടെ 31 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നിരിക്കട്ടെ. പക്ഷെ അവിടെ അതിന്റെ സ്ട്രീം ലൈൻ നേച്ചർ നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? 30 മീറ്റർ പെർ സെക്കൻഡ് വരെ നമ്മുടെ ബോഡി, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെ, 30 മീറ്റർ പെർ സെക്കൻഡ് വരെ നമ്മുടെ ലിക്വിഡ് സ്ട്രീം ലൈൻ നേച്ചർ കാണിച്ചു, സി വരെ. അത് കഴിഞ്ഞ് 31 ആയപ്പോൾ എന്ത് കാണിക്കുന്നില്ല? സ്ട്രീം ലൈൻ നേച്ചർ കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഡി എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന
എല്ലാ മോളിക്യൂൾസിനും എല്ലാ സമയം ഒരേ വെലോസിറ്റി ആയിരിക്കോ? അല്ല, ഓരോ സമയം ഓരോ വെലോസിറ്റിയും ആ വെലോസിറ്റിക്ക് ഡിഫറെന്റ് ഡയറക്ഷനും ആയിരിക്കും. ആണോ മക്കളെ? അപ്പൊ നമുക്ക് എന്ത് പറയാം, 30 വരെ സ്ട്രീം ലൈൻ കാണിച്ച് 31ാമത്തെ വെലോസിറ്റി ആയപ്പോൾ 31 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റി വാല്യൂ ആയപ്പോൾ അതിന്റെ സ്ട്രീം ലൈൻ നേച്ചർ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇവിടെ 30 എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, നമ്മളുടെ ക്രിട്ടിക്കൽ വെലോസിറ്റി ആണെന്ന് പറയാം. മനസ്സിലായോ? സ്ട്രീം ലൈൻ നേച്ചർ കാണിക്കുന്ന മാക്സിമം വെലോസിറ്റി നമ്മൾ പറയുന്ന പേരാണെന്ത്? ക്രിട്ടിക്കൽ വെലോസിറ്റി. ഓക്കെ മക്കളെ? അപ്പൊ നമുക്ക് ലിക്വിഡ് ഫ്ലോ, ആ രണ്ട് ടൈപ്പ് ലിക്വിഡ് ഫ്ലോ എന്താണ്, സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ മക്കളെ? അപ്പോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു ലിക്വിഡ് ഫ്ലോ കണ്ടു കഴിഞ്ഞാൽ അത് സ്ട്രീം ലൈൻ ആണോ ടർബുലന്റ് ആണോ എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പാരാമീറ്റർ ആണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ മക്കളെ? അപ്പോ ആ ഒരു കോൺസ്റ്റന്റ്, ആ ഒരു പാരാമീറ്റർ നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാവും ആ ലിക്വിഡ് ഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ട്രീം ലൈൻ ആണോ ടർബുലന്റ് ആണോ എന്നുള്ളത്. ഓക്കെ മക്കളെ? ആ ഒരു കോൺസ്റ്റന്റ് നമ്മൾ പറഞ്ഞ പേരാണ് റെയ്നോൾഡ്സ് നമ്പർ. എന്താ മക്കളെ? റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ, അപ്പൊ എന്താണ് റെയ്നോൾഡ്സ് നമ്പർ നമുക്ക് നോക്കാം. സ്ട്രീം ലൈൻ ടർബുലന്റ് എളുപ്പമാണല്ലോ മക്കളെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. സോ റെയ്നോൾഡ്സ് നമ്പർ, റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ മക്കളെ? അപ്പോ ഞാൻ പറഞ്ഞു, ഒരു കോൺസ്റ്റന്റ് ആണ്, ഒരു നമ്പർ ആണ്. ആ നമ്പർ എന്തിനെ സഹായിക്കും? ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ലിക്വിഡ് ഫ്ലോ എടുക്കുന്നു. ഒരു ലിക്വിഡ് ഫ്ലോ നമ്മൾ എടുക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു പൈപ്പ് എടുക്കുകയാണ്. ഈ പൈപ്പിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന് അതിൻ്റെതായിട്ടുള്ള റെയ്നോൾഡ്സ് നമ്പർ കാണും. ആ റെയ്നോൾഡ്സ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അത് സ്ട്രീം ലൈൻ ആണോ ടർബുലന്റ് ആണോ എന്ന് മനസ്സിലാകും. മനസ്സിലായോ മക്കളെ? അപ്പൊ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ ഉപയോഗം എന്താണ്, ഒരു ലിക്വിഡ് ഫ്ലോ സ്ട്രീം ലൈൻ ആണോ ടർബുലന്റ് ആണോ എന്നുള്ളത് നമുക്ക് റെയ്നോൾഡ്സ് നമ്പറിൽ നിന്ന് എന്ത് കിട്ടും, മനസ്സിലാവും മക്കളെ. ആ റെയ്നോൾഡ്സ് നമ്പറിന് ഒരു ഇക്വേഷൻ ഉണ്ട്. റെയ്നോൾഡ്സ് നമ്പർ R is equal to ρVD divided by eta. ഓക്കെ മക്കളെ? സോ റെയ്നോൾഡ്സ് നമ്പർ RE is equal, നമുക്ക് എന്ത് കിട്ടി, ρVD divided by eta. ഓക്കെ മക്കളെ? ഇവിടെ മക്കളെ ρVD divided by eta. മക്കളെ ഇവിടെ റോ എന്ന് പറയുന്നത്, ഇവിടെ ഒരു പൈപ്പ് അല്ലേ നമ്മൾ എടുത്തത്. ഈ പൈപ്പിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നില്ലേ? ഈ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ് ഒരു ഡെൻസിറ്റി കാണൂല്ലേ? ആ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ് ഡെൻസിറ്റി ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, റോ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ? ഇനി ഈ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ് അല്ലേ, ഈ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന് വെലോസിറ്റി കാണില്ലേടാ? ആ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ വെലോസിറ്റി ആണ് എന്തെന്ന് പറയുന്നത്, v എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ? സോ നമ്മളൊരു പൈപ്പിലൂടെ അല്ലേ ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പൈപ്പിലൊരു ഡയമീറ്റർ കാണൂലേടാ? ആ ഡയമീറ്റർ ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, d എന്ന് പറയുന്നത്. ഇനി ഈറ്റ എന്താണ്, നമ്മൾ വിസ്കോസിറ്റിയിൽ പഠിച്ചതാണ്. ഈറ്റ ഈസ് എ കോൺസ്റ്റന്റ്. എന്തായിരുന്നു അത്? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ മക്കളെ? അപ്പൊ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി, ρVD divided by eta. പറഞ്ഞ മനസ്സിലായോ? Here ρRe is the Reynolds number, rho is the density of the liquid, v is the velocity of the liquid, d is the diameter of the pipe, and eta is the coefficient of viscosity of the liquid. Clear മക്കളെ? Clear? അപ്പൊ റെയ്നോൾഡ്സ് നമ്പർ എന്താ, വേഗം പറഞ്ഞേ. ഒരു ലിക്വിഡ് ഫ്ലോ സ്ട്രീം ലൈൻ ആണോ ടർബുലന്റ് ആണോ എന്നുള്ളത് നമുക്ക് എവിടെ നിന്ന് മനസ്സിലാവും, റെയ്നോൾഡ്സ് നമ്പറിൽ നിന്ന് മനസ്സിലാവും. ആ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാനുള്ള റെയ്നോൾഡ്സ് നമ്പർ ഇക്വേഷൻ എന്താണ്, ρVD divided by eta. ആ ഇക്വേഷൻ അത് വരുന്ന ഓരോ ടേബിളും നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാണ്, നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ ലിക്വിഡ് ഫ്ലോ കൺസിഡർ ചെയ്യാണ്. ആ ലിക്വിഡ് ഫ്ലോ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്തൊരു പർട്ടിക്കുലർ ഡെൻസിറ്റി കാണും, അയാൾക്കൊരു ഡെൻസിറ്റി കാണും, വെലോസിറ്റി കാണും, ഡയമീറ്റർ കാണും, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി കാണും. ഓക്കെ മക്കളെ? അങ്ങനെ നമുക്ക് കിട്ടുന്ന റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് 0-നും 0-ക്കും 2000-2000 ഇടയ്ക്കാണ് എങ്കിൽ നമുക്ക് പറയാം ഇവിടെ, അതായത് നമ്മുടെ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് 0-നും 2000-നും ഇടയ്ക്കാണ് നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം ആ ലിക്വിഡ് ഫ്ലോ എന്ന് പറയുന്നത് സ്ട്രീം ലൈൻ ആയിരിക്കും. ഓക്കെ മക്കളെ? അപ്പൊ റെയ്നോൾഡ്സ് നമ്പർ 0-ക്കും 2000-നും ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ലിക്വിഡ് ഫ്ലോ എന്തായിരിക്കും, സ്ട്രീം ലൈൻ ആയിരിക്കും. ഓക്കെ മക്കളെ? ഇനി നമ്മളുടെ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്, റെയ്നോൾഡ്സ് നമ്പർ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 3000, നമുക്ക് കിട്ടിയ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 3000-ന് മുകളിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ലിക്വിഡ് ഫ്ലോ എന്ന് പറയുന്നത് ടർബുലന്റ് ആയിരിക്കും. എന്തായിരിക്കും മക്കളെ? ടർബുലന്റ് ആയിരിക്കും. ഓക്കെ മക്കളെ? അപ്പോ 0-നും 2000-നും ഇടയ്ക്കായിട്ട് നമുക്ക്
റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് പറയാം? ലിക്വിഡ് ഫ്ലോ സ്ട്രീം ലൈൻ ആണെന്ന് പറയാം. റെയ്നോൾഡ്സ് നമ്പർ 3000-ൽ വലുതാണ് നമുക്ക് എന്ത് പറയാം? നമ്മുടെ ലിക്വിഡ് ഫ്ലോ ടർബുലന്റ് ആണെന്ന് പറയാം. ഇനി ഇതായി 2000 3000 കിടക്കുകയല്ലേ. ഇനി റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 2000 and 3000. 2000-നും 3000-നും ഇടയ്ക്കുള്ള ഒരു സംഖ്യയാണ് നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ ആയിട്ട് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം അവിടെ ലിക്വിഡ് ഫ്ലോ അൺസ്റ്റഡി ആയിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ 2000-നും 3000-നും ഇടയ്ക്കാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ കിട്ടുന്നത്. നമുക്ക് എന്ത് പറയാം? അവിടെ ലിക്വിഡ് ഫ്ലോ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ എന്ന് വെച്ചാൽ സ്റ്റേബിൾ അല്ല. രണ്ട് പോസിബിലിറ്റി അല്ലേ, ഒന്നുകിൽ സ്ട്രീം ലൈൻ അല്ലെങ്കിൽ ടർബുലന്റ്. അപ്പൊ അൺസ്റ്റേബിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഞാൻ ഇവിടെ ഒരു ലിക്വിഡ് ഫ്ലോ എടുക്കുകയാണ്. ഓക്കെ മക്കളെ, ഞാൻ ഇപ്പൊ നോക്കുന്ന സമയത്ത് അത് സ്ട്രീം ലൈൻ ആണ്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് ടർബുലന്റ് ആയി, പിന്നെ നോക്കിയപ്പോൾ അത് സ്ട്രീം ലൈൻ ആയി. അതായത് അവിടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. പല സമയത്തും ലിക്വിഡ് എന്ത് കാണിക്കുന്നു? പല നേച്ചർ കാണിക്കുന്നു. പറഞ്ഞ മനസ്സിലായോ മക്കളെ? അപ്പോൾ അൺസ്റ്റേബിൾ എന്ന് വെച്ചാൽ എന്താണ്? ആ ലിക്വിഡ് ഫ്ലോ സ്ട്രീം ലൈൻ നേച്ചറും ടർബുലന്റ് നേച്ചറും മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കുറച്ച് സമയത്ത് സ്ട്രീം ലൈൻ നേച്ചർ കാണിക്കും, ബാക്കി കുറച്ച് സമയത്ത് ടർബുലന്റ് നേച്ചർ കാണിക്കും, വീണ്ടും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതാണ് അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞത്. ഓക്കെ മക്കളെ, അപ്പൊ റെയ്നോൾഡ്സ് നമ്പർ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. സാധാരണ റെയ്നോൾഡ്സ് നമ്പർ എൻട്രൻസ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഈ വാല്യൂസ് ഒക്കെ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. എളുപ്പമല്ലേ മക്കളെ? അപ്പൊ എന്താ മക്കളെ റെയ്നോൾഡ്സ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് ഫ്ലോ സ്ട്രീം ലൈൻ ആണോ ടർബുലന്റ് ആണോ എന്നുള്ളത് നമുക്ക് റെയ്നോൾഡ്സ് നമ്പറിൽ നിന്ന് മനസ്സിലാകും. റെയ്നോൾഡ്സ് നമ്പർ ഇക്വേഷൻ ρB/η ആണ്. 0 മുതൽ 2000 വരെയാണ്. 2000-ന് ഇടയ്ക്കാണ് നമ്മുടെ റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ എങ്കിൽ നമ്മുടെ ലിക്വിഡ് എന്തായിരിക്കും? സ്ട്രീം ലൈൻ ഫ്ലോയിലായിരിക്കും. ഇഫ് റെയ്നോൾഡ്സ് നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 3000 ടർബുലന്റ് ആയിരിക്കും. ഇഫ് ദ റെയ്നോൾഡ്സ് നമ്പർ ഇസ് ഇൻ ബിറ്റ്വീൻ 2000 and 3000 നമുക്ക് എന്ത് പറയാം? നമ്മുടെ ലിക്വിഡ് ഫ്ലോ അൺസ്റ്റേബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് ആ ലിക്വിഡ് ഫ്ലോയുടെ നേച്ചർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. സ്ട്രീം ലൈൻ ആകാം, ടർബുലന്റ് ആകാം, എന്ന് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ മക്കളെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ലിക്വിഡ് ഫ്ലോയെ കുറിച്ച്, ക്ലാസിഫിക്കേഷൻ ഓഫ് ലിക്വിഡ് ഫ്ലോ. രണ്ട് റെയ്നോൾഡ്സ് നമ്പർ. അപ്പോൾ നമ്മൾ ലിക്വിഡ് ഫ്ലോയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ. അത് രണ്ടും എന്താണെന്നുള്ളത് ക്ലിയർ ആണ്. ഇപ്പൊ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? റെയ്നോൾഡ്സ് നമ്പർ. അതും നിങ്ങൾക്ക് ക്ലിയർ ആണ് അല്ലേ മക്കളെ? അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോസ് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക്, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുകളിലേക്ക് പോവുള്ളൂ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം മക്കളെ. നന്ദി.